ഹായ്, എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളങ്ങനെ രാത്രിയോടുകൂടി വിശാഖപട്ടണത്തുള്ള മലയാളി അസോസിയേഷൻ അംഗങ്ങളെ ഞങ്ങൾ കോണ്ടാക്റ്റ് ചെയ്തിരുന്നു. അങ്ങനെ വിശാഖപട്ടണം മലയാളി അസോസിയേഷൻ പ്രസിഡൻറ്റ് വർഗീസ് സാറിനെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങൾക്ക് വേണ്ട ഡിന്നർ അവിടെ ഒരുക്കിയിട്ടുണ്ട്, അത് കഴിക്കാനായി പോവുകയാണ്. ഞങ്ങളങ്ങനെ വർഗീസ് സാറിൻ്റെ വീട്ടിലെത്തി. 2ാം നിലയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റ്. ഞങ്ങളെ പൊക്കിയെടുത്ത് ഫ്ലാറ്റിലെത്തിച്ചു. ഞങ്ങളെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടെന്നുള്ളൂ. മലയാളി അസോസിയേഷൻ അംഗങ്ങളുടെ കൂടെ ഞങ്ങളങ്ങനെ അവിടുന്ന് ഭക്ഷണം കഴിച്ച് നേരെ കേരള സമാജം ഓഡിറ്റോറിയം ഉണ്ട്, അവിടെയാണ് ഞങ്ങൾക്ക് താമസിക്കാൻ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അവിടേക്ക് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളങ്ങനെ കേരള സമാജത്തിൻ്റെ ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇതേ ഒരു മലയാളി ചേട്ടൻ ഞങ്ങളെല്ലാവരും അകത്തേക്ക് സ്വീകരിക്കുകയാണ്. എല്ലാവരും അകത്തേക്ക് മലയാളി അസോസിയേഷൻ അംഗങ്ങൾ. നമ്മൾ വിശാഖപട്ടണത്തിന് വീട്ടിലെ 2-3 ടൂറിസ്റ്റ് സ്പോട്ടുകൾക്കാണ്. വിശാഖപട്ടണം വിശാഖപട്ടണം ഒരു 400 മീറ്റർ ലെഫ്റ്റ്. സൂരജ് പറപ്പിക്കുകയാണ്. വിശാഖപട്ടണം എയർക്രാഫ്റ്റ് മ്യൂസിയത്തിലാണുള്ളത്. സൂരജ് വരുന്നുണ്ട്. ഇവിടെ ഒരുപാട് കാണാനുണ്ട്. റാമ്പ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പഴയൊരു യുദ്ധവിമാനം. ഇത് യുദ്ധവിമാനം തന്നെയല്ലേ ഇത്? നമ്മളിപ്പോൾ കാണാൻ പോകുന്നതിൻ്റെ ഒരു മിനിയേച്ചർ രൂപമാണ് ഈ കിടക്കുന്നത്. ഇവർ നേതൃത്വം സംഭവങ്ങളാണ്. ഇതൊക്കെ ബോംബാണല്ലേ പലതരത്തില് അല്ലേ? മിസൈൽ ഈ യുദ്ധവിമാനത്തിനകത്ത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെയാണ് ഈ മ്യൂസിയം ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇങ്ങനെ തന്നെയായിരിക്കും ഉണ്ടാവില്ല.
ഇതാണ് വിമാനത്തിൻ്റെ എഞ്ചിൻ. ഇതാണ് വിമാനത്തിൽ ടയറാണ്. വിമാനത്തിലെ ടയർ. ഇത് അന്നത്തെ ഇതിനെ ഉപയോഗിച്ച സംഭവം തന്നെയല്ലേ അതല്ലേ? സെയിം സാധനമാണല്ലോ അതല്ലോ. യുദ്ധത്തിന് ഉപയോഗിച്ച ബോംബ് കണ്ടില്ലേ? ഇത് മിസൈലാണ്. ഓ ഇതാണ് യുദ്ധവിമാനം. നല്ല വെയിലാണ്. വേറെ ആരും പോണ്ട്. അവര് സ്റ്റാർട്ട് ചെയ്തഞ്ഞ് തൊട്ടടുത്ത് തന്നെയുള്ള അടുത്തൊരു മ്യൂസിയം കാണാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ. ഓ, അങ്ങോട്ട് പോകാൻ പറ്റില്ല. എന്താ പറഞ്ഞ അങ്ങോട്ട് പോ. അതില് പോ. ഇത് മിസൈലല്ലേ? ഉപയോഗിച്ചിരുന്ന മിസൈൽ. എത്രക്ക് ഉണ്ടല്ലേ? നിങ്ങളെ ഈ കട്ടിങ് കൂടി കരുതല. ഈ കട്ടിങ് മാറ്റണ്ടേ? എത്രക്ക് ഉണ്ടല്ലേ? ഇതിന്റെ വലിപ്പം അറിയണമെങ്കിൽ അതിന്റെ അടുത്തുനിന്ന് ഫോട്ടോ എടുത്താൽ മതി. അപ്പൊ ഇതിന്റെ വലിപ്പം അറിയാം. ഇവിടെ നിന്നിട്ട് കുറച്ച് ദൂരത്ത് നിന്ന് ഫോട്ടോ എടുക്കാം. അപ്പോഴാണ് ഇതിന്റെ വലിപ്പം അറിയില്ല. നിങ്ങളതും കൂടെ എടുക്കണ്ടേ? നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇന്ത്യയിലെ ഏക അന്തർവാഹിനി മ്യൂസിയത്തിൻ്റെ മുന്നിലാണ്. INS കുർസുര എന്ന് പറയുന്ന ഇന്ത്യൻ നേവിയുടെ ഭാഗമായിരുന്ന ഒരു പടുകൂറ്റൻ കപ്പലിൻ്റെ അന്തർവാഹിനിയുടെ അടുത്താണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഈ അന്തർവാഹിനി സോവിയറ്റ് നിർമ്മിതമാണ്. 1969 ഡിസംബർ 18 ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി
1971 ഇന്ത്യ പാക് യുദ്ധത്തിലൊക്കെ കടൽ യുദ്ധത്തിൽ പങ്കെടുത്ത് പാകിസ്ഥാനെ തുരത്തി ഓടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്രയും വലിയ ഈ മുങ്ങിക്കപ്പൽ ഇവിടെ എത്തിക്കാൻ പെട്ട പാട്, അതെങ്ങനെയായിരുന്നു ഇവിടെ എത്തിച്ചതെന്ന രീതിയാണ് ഇവിടെ വിവരിക്കുന്നത്. കടൽ മാർഗം കൊണ്ടുവന്ന് ഈ കരയിലേക്ക് കയറ്റിയ രീതിയൊക്കെ ഇവിടെ വിവരിക്കുന്നുണ്ട്. കെട്ടി വലിച്ചിട്ട് എന്നിട്ട് ഈ വിധം ആക്കിയെടുത്തു. ഇപ്പൊ ഇതിപ്പോ ഈ കാണുന്ന പോലെ ഇങ്ങനെ ഉണ്ടായ സാധനം ഇങ്ങനെ ആക്കിയെടുത്തല്ലേ. ഇനി അടുത്തൊരു മ്യൂസിയം കാണാൻ പോവുകയാണ്. ചെറു യുദ്ധവിമാനങ്ങളുടെ മ്യൂസിയമാണ്. ഇടലായിരുന്നു ഈ ചാവട്ടാണ്. റോഡിലൂടെ പോകുമ്പോൾ നമുക്ക് അന്തർവാഹിനി കാണാം. കണ്ടില്ലേ പുറകിൽ കാണുന്ന. ഒരു കാലത്ത് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗമായിരുന്ന ഹെലികോപ്റ്ററാണ് ഈ കാണുന്നത്. നടക്കാൻ പറ്റുന്നവർക്ക് അതിനകത്ത് പോയി കാണാം അതെങ്ങനെയാണ് അതിനകത്തൊക്കെ. ഇതേ പോണ് ഒരു വിമാനം. നമുക്ക് അതിലിന് ഇറങ്ങാലോ ആണെങ്കിൽ. എടാ അതിലിന് ഇറങ്ങിക്കൂടെ? അതിലിന് പോവാലോ. അതിൽ പോടാ. കപ്പലിങ്ങനെ അതിൻ്റെ നമ്മുടെ വിമാനവാഹിനി കപ്പലുകളായ
യുദ്ധക്കപ്പലിൻ്റെ ഈ മിനിയേച്ചർ രൂപമാണ്. അതിൽ ഇപ്പുറത്തെ INS വിക്രാന്തിലുണ്ടായിരുന്ന ഒരുപാട് സാധനങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഈ മ്യൂസിയത്തിൽ കണ്ട സാധനങ്ങളൊക്കെ. അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ബീച്ചിലേക്ക് ഞങ്ങൾ ഇറങ്ങി. വളരെയധികം പാടുപെട്ടാണ് ഞങ്ങളെ അങ്ങോട്ടേക്ക് എത്തിക്കുന്നത്. മണലിലൂടിയിട്ട് വീൽ ചെയർ തള്ളാൻ ഭയങ്കര പാടാണ്. 3 പേരും ചേർന്ന് സൂരജിനെ അങ്ങോട്ടേക്ക് എത്തിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞതാണ് വേണ്ടാന്ന്, എന്നാലും അവർ നിർബന്ധിച്ച് ഞങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കുകയാണ്. ചിത്രത്തിൽ കാണാം അങ്ങ് അപ്പുറത്ത് ഒരു പഴയൊരു കപ്പൽ മണലിൽ പൂണ്ടിട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ കിടപ്പുണ്ട്. നമ്മളധികം കണ്ട് പരിചയമില്ലാത്തൊരു ബീച്ച് പ്രദേശമാണ്. മുഴുവൻ ഒരു ചെങ്കൽ പാറകളാണ്. കണ്ടില്ലേ, നല്ല രസമുള്ളൊരു സ്ഥലം. അത് പോയി നാട്ടിൽ അത് വീട്ടിൽ റൂമിൽ കുറുക്കമ്മടകളുണ്ടല്ലോ ഫോട്ടോ വെച്ച് പിടിക്കുമ്പോൾ ആണല്ലേ. ഈ പാറയും വെള്ളമൊക്കെ കാണുമ്പം ചെറുപ്പത്തിൽ മുഴക്കോത്തുള്ള പാറമ്മൽ അമ്പലത്തിനടുത്തൊരു കുളമുണ്ട്, അതാ ഓർമ്മ വരും. അതേപോലെ മാടായിക്കാവിലെ ആ കുളം. നിറങ്ങളേ ഭക്ഷണം ഇവിടുന്ന് കഴിക്കാമെന്ന് വെച്ചു. അവർ ഭക്ഷണം എടുക്കാൻ പോയിട്ടുണ്ട്. ആയുർവേദ ചോറോ? മുതിരച്ചോറാണോ? എനിക്ക് കയ്യ. എന്താ വൈബ് നോക്ക്, ഏത് വൈബിലാ ഭക്ഷണം കഴിക്കാൻ നോക്ക്. കടൽക്കരയിൽ കടൽക്കാറ്റും കൊണ്ട് ഞങ്ങളങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം ഉണ്ടാക്കി വണ്ടിയിൽ എടുത്തു വെച്ചിരുന്നു. ഇപ്പോഴാണ് കഴിക്കാൻ സമയം കിട്ടിയത്.